അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തിരുവാഴിയോട് ഭാഗത്താണ് കേട്ടോ. അതായത് നമ്മുടെ പാലക്കാട് ടു ചെറുപ്പളശ്ശേരി വരുന്ന സമയത്ത് നമ്മുടെ തിരുവാഴിയോട് ജംഗ്ഷൻ, നമ്മുടെ ശ്രീകൃഷ്ണപുരം ഉണ്ടല്ലോ, ഈ ശ്രീകൃഷ്ണപുരത്തിന് അടുത്തായിട്ട് ഇതേ കാണുന്ന പഞ്ചായത്ത് റോഡാണ് കേട്ടോ. ഈ പഞ്ചായത്ത് റോഡിനോട് ഫേസ് ചെയ്തിട്ടുണ്ടോ, അത് ഈ ഒരു സൈഡ് മുതൽ ഇങ്ങനെ ഏകദേശം ഒരു 10-40 മീറ്ററോളം നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് 24.5 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ ഒരു വാർപ്പ് വീടും. വെച്ചാൽ വാർപ്പ് വീടിന് 1 രൂപ പോലും വില കണക്കാക്കിയിട്ടില്ല കേട്ടോ. കാരണം 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, ഹോള്, കിച്ചണ്, വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ കിണറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒന്നോ ഇപ്പോൾ ഇങ്ങനെ വന്നാൽ കണ്ടോ, ഇതിനകത്ത് മറ്റൊരു ഹൈലൈറ്റ് വെച്ചാൽ ഈ സൈഡും റോഡ് ആക്സസ് ആണ്. അതായത് നമുക്ക് നേരെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ഈ സൈഡിലും നല്ല റോഡ് ആക്സസും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 10-12ഓളം തേക്ക് മരം, അതുപോലെ തന്നെ ഒരു 10 മാവ്, പ്ലാവ്, തെങ്ങ് തുടങ്ങിയ അത്യാവശ്യം വേണ്ട എല്ലാ മരങ്ങളും കാര്യങ്ങളുള്ള നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. പിന്നെ ഒരു സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സംഭവം അടിപൊളിയായിട്ടൊരു പ്രോപ്പർട്ടിയാണ്. എന്നുവെച്ചാൽ എല്ലാ വാഹനങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റും. അതായത് നമ്മുടെ പാലക്കാട് നമ്മുടെ കടമ്പഴിപ്പുറമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ചെറുപ്പളശ്ശേരി റോഡിൽ വരുമ്പോൾ തിരുവാഴിയോട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ആ ഒരു ജംഗ്ഷനിലേക്ക് ഒരു 300 മീറ്റർ മാത്രം വ്യത്യാസമേ ഉള്ളൂ. കടകളും കാര്യങ്ങളും സ്കൂളും തുടങ്ങിയിട്ട് എല്ലാ സൗകര്യങ്ങളുണ്ട്. ശ്രീകൃഷ്ണപുരം സ്കൂളിലേക്കൊക്കെ ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത് ഓഫീസ്, എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇങ്ങനെയാണ് സ്ഥലം വരുന്നത്. കറക്റ്റ് സ്ക്വയറായിട്ട് നല്ല നിരന്ന് കിടക്കുന്ന ഒരു ഭൂമിയാണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിൽ ഓപ്പൺ കിണർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈനും കാര്യങ്ങളും സൗകര്യങ്ങളും വെള്ളത്തിൻ്റെ സോഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ മൊത്തം പ്രോപ്പർട്ടിൻ്റെ ഫുള്ളായി ഡീറ്റെയിൽ ഞാൻ ഇതിനോട് ചേർക്കാം. നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാം കേട്ടോ. വീഡിയോ മുഴുവനൊന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതും ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഓണറുടെ നമ്പറാണ് താഴത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളി വിദേശത്താണുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരും താമസമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണറുടെ കോൺടാക്ട് നമ്പറാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആളെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത് കേട്ടോ. കോൾ ചെയ്താൽ കിട്ടില്ല. അപ്പോൾ വാട്സപ്പ് നമ്പറാണ്. ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇത് മൊത്തത്തിൽ ശരിക്കും ഇവിടെ ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇവിടെ മാർക്കറ്റ് വില സ്ഥലത്തിന് വരുന്നത്. അപ്പോൾ ഇത് 24.5 സെൻറ്റ് സ്ഥലവും വീടും എല്ലാം കൂടിയിട്ട് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 52 ലക്ഷം രൂപയാണ്. 52 കേട്ടോ. 52 ലക്ഷം രൂപയ്ക്കാണ് മൊത്തത്തിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇവിടുത്തെ പ്ലാവ്, മാവ്, തെങ്ങ് തുടങ്ങി അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു മുമ്പ് ഒരു പാർട്ടി വന്ന് ചോദിച്ചതാണ്. ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപേൻ്റെ അടുത്തൊക്കെ മൊത്തത്തിൽ ചോദിച്ചതാണ്. അപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ വരികയാണെങ്കിൽ ഒന്നും വെച്ചുണ്ടാക്കി പിടിപ്പിച്ച് ഒന്നും കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ഡയറക്റ്റ് ഓണറെ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് നമ്മുടെ തിരുവാഴിയോട് ജംഗ്ഷൻ ഉണ്ട്. ഈ തിരുവാഴിയോട് ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മുടെ മണ്ണാർക്കാട് പോകുന്ന റോഡ് ആക്സസ് ആണ് കേട്ടോ. ഈ മണ്ണാർക്കാട് പോകുന്ന റോഡിൽ ജസ്റ്റ് തിരുവാഴിയോട് ജംഗ്ഷൻ ഒരു 100-200 മീറ്റർ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ എൻട്രൻസ് കാണുന്നുണ്ടല്ലോ, ഈ റോഡിനാണ് നമുക്ക് കയറേണ്ടത്. അതായത് നമ്മൾ ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രം കണ്ടോ ബോർഡ് തന്നെ, ഈ റോഡിന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. വെള്ളിനേഴി പഞ്ചായത്തിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ നമ്മുടെ തിരുവാഴിയോട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു 300 മീറ്റർ വന്ന് നേരെ സ്ട്രെയിറ്റ് വരുന്ന പഞ്ചായത്ത് റോഡാണ് കേട്ടോ. ശരിക്കും കണ്ടോ, ഇത് നമുക്ക് നല്ല റോഡ് ആക്സ് ആണ്. ഈ ഒരു ഭാഗം മുതൽ കണ്ടോ, ആ ഗേറ്റ് കാണുന്നുണ്ടോ, മതിലിൻ്റെ ലാസ്റ്റ് എൻഡ് ഇതുവരെ നമ്മുടെ ഫ്രണ്ടേജ് ആണ്. ഒരുപാട് വീടുകളിലാണ് ഈ ഒരു റോഡും ഫ്രണ്ടേജ് ആണ്. അതുപോലെ തന്നെ ആണ് ഈ ഒരു റോഡും ഫേസ് ചെയ്തിട്ട് അത് നല്ലൊരു കറക്റ്റായിട്ടൊരു കോർണർ പോർഷനായിട്ടാണ് ഈ ഒരു സ്ഥലം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മതിലും ഗേറ്റും പറഞ്ഞ പോലെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കയറുമ്പോൾ ഭയങ്കര കൂളായിട്ടുള്ളൊരു ഏരിയ ഉണ്ടോ. നല്ല ഇപ്പം നിൽക്കുന്ന സമയം 2 മണിയാണ്. പക്ഷെ നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്. മുമ്പിൽ മാവ്, അതുപോലെ തന്നെ ഒരു 10-12 അതുപോലെ തന്നെ നല്ല കായ്ക്കുന്ന തെങ്ങുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒക്കെ മാവുണ്ട്. അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ വലിയ മാവും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ തന്നെ എന്താണ് നമ്മുടെ തേക്ക് മരങ്ങളാണ് കേട്ടോ. ഒരു 10-12 നല്ല തേക്കുണ്ട്, മുരിങ്ങ ഉണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില തുടങ്ങി എല്ലാ സാധനങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കോമ്പൗണ്ട് വരുന്നത് കണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ചത് അവിടെ നിന്ന് അങ്ങനെ ഈ ഒരു എൻഡ് വരെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ വന്ന് ഈ ഒരു ഏരിയ ഈ എൻഡ് വരെ, ഈ എൻഡ് നേരെ സ്ട്രെയിറ്റ് കണ്ടോ ഒരു കമ്പി കാണുന്നുണ്ട്. ഈ വേലികൾ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു എൻഡ് വരെ ഈ ഒരു വേലി കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു കട്ടിങ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കട്ടിങ് പോകുന്നുണ്ട്. ആ കട്ടിങ് കഴിഞ്ഞാൽ ആ വീടിൻ്റെ മതിൽ കാണില്ലേ, ഈ മതിലിനോട് ചേർന്നിട്ട് ഇങ്ങനെ വരും. അത്യാവശ്യം നമുക്ക് നല്ല ചേമ്പും ചേനയും പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ
ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇതൊക്കെ നല്ല കോമ്പൗണ്ട് വാളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഈ എൻഡ് വരെ ചുറ്റിനും വീടാണ് കേട്ടോ. കണ്ടോ, ചുറ്റിനും വീടുകളാണ്. ഏകദേശം ലാൻഡ് ഏരിയ കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്കൊരു ചെറിയ ഫുള്ള് മരങ്ങളാണ്. അതുകൊണ്ട് തെങ്ങ്, അതുപോലെ തന്നെ തേക്ക്, മാവ്, പ്ലാവ്, എല്ലാ മരങ്ങളും അത്യാവശ്യം നല്ല ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നടക്കാനുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പശുവോ കാര്യങ്ങളൊക്കെ വളർത്തുന്നതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എന്തുണ്ട് ഓപ്പൺ കിണർ വരുന്നത്. വെള്ളം കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റ് നല്ല സ്ക്വയർ ആയിട്ടാണ് കേട്ടോ ഈ കിണർ വരുന്നത്. സ്ക്വയർ റേറ്റ് ഇതിലുള്ള ഒരു കിണറാണ്. ഫുള്ള് വെള്ളമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോമ്പൗണ്ടൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കരിങ്കല്ല് വെച്ചിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അതിന് മേലേക്ക് മതിലും കോമ്പൗണ്ടൊക്കെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, സൈഡ് വീടിൻ്റെ ഒരു പൊട്ടലോ ചിന്നലോ പറഞ്ഞ പോലെ ഒരു പ്രശ്നവുമില്ല. നല്ല മണൽ കൊണ്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് കേട്ടോ. വീടിന് പഴക്കമുണ്ട്, ഏകദേശം ഒരു 10-20 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അതുകൊണ്ട് വീടിന് വിലയും കണക്കാക്കിയിട്ടില്ല. നമുക്ക് 2 റോഡ് ആക്സസ് ഉപയോഗിക്കാറുണ്ട്. ഗേറ്റൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു എൻട്രൻസോ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റിനും മരങ്ങളാണേ. കണ്ടോ, ഇതാണ് വീട് വരുന്നത്. കണ്ടോ, അതായത് നേരെ ഫ്രണ്ടിൽ ഒരു കാർ പോർച്ചും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മേലെ റൂഫ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ഈ വീടിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ഷോർട്ടായിട്ട്. പിന്നെ അകത്തോട്ട് കയറുകയാണെങ്കിൽ ഒരു കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഒരു എൻട്രൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്ന സമയത്ത് ഒരു ലിവിങ് ഹാളാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഹാളാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ ഒരു ഡൈനിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വാഷ് കൗണ്ടറും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റെയറൊക്കെ വീടിനുള്ളിൽ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല മരം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല വുഡാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും ഉള്ളത്. ഇതാണ് താഴത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ എല്ലാം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. കേട്ടോ, അറ്റാച്ച്ഡ് ആണ്. പക്ഷേ അതും ഒരു ബെഡ്റൂമാണ്. ഈ രണ്ടിന് ഇടയിലായിട്ടൊരു ബാത്റൂമാണ് ഉള്ളത് കേട്ടോ. നമുക്ക് കോമൺ ആയിട്ട് 2 യൂസ് ചെയ്യാം. ഇങ്ങനെ എല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് ഒരാൾക്ക് അറ്റാച്ച്ഡ് വേണമെങ്കിൽ ആക്കാൻ പറ്റും. ഇതൊക്കെ കണ്ടോ, നമുക്ക് അലമാരയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ ശരിക്കും. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ ഒരു റൂം സ്പേസ് ആണിത്. ഓക്കെ, അപ്പോൾ ഈ 2 റൂമിനുമാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു ബാത്റൂം വെച്ച് നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പോൾ നമുക്ക് ഇടയിലൊന്ന് തടുത്ത് കഴിഞ്ഞാൽ 2നും അറ്റാച്ച്ഡ് ബാത്റൂം ആക്കാനുള്ള അത്രയും നല്ല സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ആക്കുകയാണെങ്കിൽ 2 ബാത്റൂം കൂടി ഒരു ഒന്നാക്കിയിരിക്കുകയാണേ. കണ്ടോ, എവിടെ ഒരു ക്രാക്കോ പൊട്ടോ പിടിക്കലോ ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ചെറിയൊരു റിനോവേഷൻ ഫ്രണ്ടേജിലൊരു ഷോ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിരിക്കാം. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറുന്ന സമയത്ത് ഇത് മുമ്പ് ഒരു കിച്ചൺ ആയിരുന്നു. ഇപ്പോൾ അതിനെ കൊണ്ട് മാറ്റിയിട്ട് അവരത് ഒരു ഡൈനിങ് സ്പേസ് ആക്കി. ഇവിടെ ഒരു അടുപ്പൊക്കെ ആയിരുന്നു, അതൊക്കെ മാറ്റി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒരു ഡൈനിങ് സ്പേസ്, ചെറിയൊരു ഡൈനിങ് സ്പേസ് കണ്ടോ. അതുപോലെ തന്നെ മേലെയൊക്കെ തന്നെ നമുക്ക് നല്ല റാക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാബ്രിക്കേഷൻ്റെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഇതൊരു കിച്ചൺ സ്പേസ് ആണ്. ഇത് എക്സ്ട്രാ എടുത്തതാണ്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മേലെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്ന് കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നമ്മുടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പൊസിഷനൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയയുടെ ഒരു പോർഷനും കൂടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനോ സ്റ്റോർ റൂമോ കാര്യങ്ങളൊക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫുള്ള് കണ്ടോ, ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ പുറത്തോട്ടൊരു ഡോറും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും ഇവരിത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്സ്റ്റെയറിലോട്ടാണ് കേട്ടോ. ഈ അപ്സ്റ്റെയറിലോട്ട് കയറുകയാണെങ്കിൽ കേട്ടോ, ഈ താഴെ മാത്രമാണ് നമുക്ക് ടൈല് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലോട്ട് നമുക്ക് എന്ത് കഴിഞ്ഞാൽ കാവിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ ടൈല് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മാറ്റിയിടാവുന്നേ ഉള്ളൂ. ഇനി ഇത് കയറുന്ന സമയത്ത് നേരെ എൻട്രൻസ് കയറി കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ ഒരു ബെഡ്റൂം കേട്ടോ. അതും നമുക്ക് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ അവരെടുക്കുന്നതാണ്. ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. ഇതൊരു ഇന്ത്യൻ ക്ലോസറ്റാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നേരെ അവിടെ വരുമ്പോൾ കണ്ടോ മുകളിൽ ചെരിച്ച് വാർത്തിരിക്കുന്ന കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബെഡ്റൂം സ്പേസ്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഒരു യൂറോപ്യൻ ക്ലോസറ്റാണ്. ഇതിവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇത് നമുക്കൊരു ബാൽക്കണി ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അത് നമുക്കതുപോലെ തന്നെ ഒരു ഷീറ്റ് റൂഫൊക്കെ ഇറക്കി നല്ല ഒരു അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
കണ്ടോ, ഞാൻ നേരെ ഫ്രണ്ടേജ്. എത്ര വണ്ടി വേണമെങ്കിലും നമുക്ക് നിർത്താൻ പറ്റും. അതാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ്. കണ്ടോ, നമുക്ക് ജസ്റ്റ് ഇനി എത്ര വണ്ടികൾക്ക് വേണമെങ്കിലും ജസ്റ്റ് ഫ്രണ്ടിൽ 10-15 വണ്ടികൾക്ക് നിർത്താനോ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലാണെങ്കിൽ നമുക്കൊരു പന്തൽ കെട്ടാനൊക്കെയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലും എല്ലാവിടെയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓണറുടെ അടുത്തിരിക്കാം, സംസാരിക്കാം, ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം കേട്ടോ.